ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. കർത്താവിൻ്റെ തിരുവചനങ്ങൾ ധ്യാനിച്ച് നമുക്കിന്ന് കൂടുതൽ ശക്തിയിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 5-6 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. കർത്താവ് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ എടുത്തു പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട്. മനുഷ്യർ പലപ്പോഴും നമ്മളെ ഉപേക്ഷിക്കാനോ അവഗണിക്കാനോ ഉള്ള സാധ്യതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. നമ്മളെ അവഗണിക്കാനുള്ള സാധ്യതയുണ്ട്, ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ വ്യക്തിയും ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ് പൊതുവെ സ്നേഹിക്കുന്നത്. എന്തെങ്കിലും സ്നേഹിക്കുന്നതിന് അതിൻ്റേതായ അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ടാകും. ചിലപ്പോൾ ആ കാരണങ്ങൾ ഇല്ലാതാകുമ്പോൾ ആ സ്നേഹം കുറയുകയും ചെയ്യും. ചിലപ്പോൾ അവഗണിക്കുക പോലും ചെയ്യും. അപ്പോൾ സ്നേഹമുള്ളവരെ, എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇതാണ്: ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. നിനക്ക് എന്ത് സംഭവിച്ചാലും, നിൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചാലും, നീ എത്ര തകർന്നാലും, നീ തകർന്ന് തരിപ്പണമായാലും രോഗിയായാലും, ഞാൻ നിന്നെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. നീ ദരിദ്രനായാലും നീ സമ്പന്നനായാലും, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ ഈ സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 46-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായി ആരുണ്ട്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് സംസാരിച്ചിട്ട് ദൈവം നമ്മോട് ചോദിക്കുകയാണ്: ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യനായിട്ടുള്ളത്? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായിട്ട് ആരുമില്ല. അപ്പം ദൈവത്തിനോട് തുലനം ചെയ്യാൻ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ വേറെ ആരുമില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് സമമായിട്ട് വേറെ ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മോട് ചോദിക്കുക: ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായിട്ട് ആരാ ഉള്ളത്? ദൈവത്തിൻ്റെ ഈ ചോദ്യത്തിന് വലിയ ആഴമുണ്ട്. അതിനു മുമ്പ് ദൈവം പറയുന്നതാണ്: നീ ഗർഭത്തിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ എങ്ങനെയാണോ സ്നേഹിച്ചത്, അതുപോലെ തന്നെ ഞാൻ നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും മേഖലകളിലും ഞാൻ നിന്നെ സ്നേഹിക്കും. നീ വളർന്നു വന്നപ്പോൾ, നീ ഒരു കുട്ടിയായിരുന്നപ്പോൾ, പിന്നീട് നീ കൗമാരത്തിലെത്തിയപ്പോൾ, പിന്നീട് നീ യൗവനത്തിലെത്തിയപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ പിന്നീടും ഞാൻ നിന്നെ സ്നേഹിക്കും. നീ ഒരു വിവാഹം കഴിച്ചപ്പോൾ, അല്ലെങ്കിൽ നീ ഒരു അച്ഛനായപ്പോൾ, ഒരു സിസ്റ്ററായപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചുവോ അതുപോലെ തന്നെ പിന്നെയും ഞാൻ നിന്നെ സ്നേഹിക്കും. തുടർന്ന് നീ വർഷങ്ങൾക്ക് ശേഷം നിനക്ക് നരബാധിക്കുമ്പോൾ ഞാൻ നിന്നെ അതേപോലെ തന്നെ സ്നേഹിക്കും. നരബാധിച്ച് നിൻ്റെ സൗന്ദര്യം നിനക്ക് നഷ്ടപ്പെടുമ്പോഴും കുറയുമ്പോഴും ഞാൻ നിന്നെ ഒരേപോലെ സ്നേഹിക്കും. പിന്നീട് നീ രോഗിയായി തീർന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കും. നിനക്ക് എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും, നിൻ്റെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കും. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണത്. പലപ്പോഴും മനുഷ്യർക്കത് സാധിക്കാറില്ല.
മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതനുസരിച്ച് സ്നേഹത്തിലും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മൾ അനുദിന ജീവിതത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ ഓരോ ദിവസവും പത്രമെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് കാണുമ്പോഴൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇതാണ്: ശരീരത്തിലും ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നതനുസരിച്ച് സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ വ്യത്യാസം വരുന്ന ഒത്തിരിയേറെ കഥകളും സംഭവങ്ങളും നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിൽ വായിക്കാറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണത്. കാരണം മനുഷ്യ സ്നേഹം ചിലതിനെയൊക്കെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ സ്നേഹവും കുറഞ്ഞു പോകുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചത് ഏകദേശം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ ദാരുണമായ മരണത്തെക്കുറിച്ചാണ് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നത്. ഒരുവിധം 3-4 പത്രങ്ങളിൽ ആ വാർത്ത വന്ന് ഞാൻ കാണുകയുണ്ടായി. ഒരിടത്ത് ഒരു പെൺകുട്ടി ഓരോ യുവാവിനെ സ്നേഹിച്ചു. അവർ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു. ഏറെ നാളുകൾ അവർ ഇങ്ങനെ സ്നേഹത്തോടെ മുമ്പോട്ട് പോയി. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അവളുടെ മാതാപിതാക്കളോട് ആ യുവാവിനെ തനിക്ക് വിവാഹം ചെയ്തു തരണം, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. മാതാപിതാക്കൾ അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ അന്വേഷിച്ച് നോക്കി. അവർക്ക് മനസ്സിലായി തങ്ങളുടെ കുടുംബത്തിന് യോജിച്ച ഒരു മകനല്ല, ഒരു ചെറുപ്പക്കാരനല്ല എന്ന് മനസ്സിലായി. ചില ദുശീലങ്ങളും ചില മറ്റുള്ള പ്രശ്നങ്ങളും ചില തെറ്റായ കൂട്ടുകെട്ടുകളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾ ഈ വിവാഹം നടത്തി തരികയില്ല, ഇത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, യോജിച്ചതല്ല. പക്ഷേ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ എത്ര തിരിച്ചും മറിച്ചും ഒക്കെ ചിന്തിച്ചിട്ടും ഇത്രയും നല്ലൊരു വ്യക്തിയെ എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടുകയില്ല എന്ന് അവൾ കരുതി. അവൾ പല വിധത്തിൽ ആലോചിച്ച് നോക്കി, പല വിധത്തിൽ ചിന്തിച്ച് നോക്കി. എത്ര ആലോചിച്ചിട്ടും ഒരു കുറവും ആ വ്യക്തിയിൽ കണ്ടെത്താൻ സാധിച്ചില്ല. അവൾ കരുതി, എനിക്ക് ഈ വ്യക്തി വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും. ഇത്രയും സ്നേഹവും ഇത്രയും കരുതലും ഇത്രയും നല്ല സ്വഭാവമുള്ള വേറൊരു വ്യക്തി എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അവളുടെ ഏറെ ചിന്തകൾക്കും ആലോചനകൾക്കൊക്കെ ശേഷം അവൾ ഒരു തീരുമാനമെടുത്തു. എന്തു തന്നെയാണെങ്കിലും അയാളെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. എൻ്റെ വീട്ടുകാരെ നഷ്ടപ്പെടുത്തിയാലും ഞാൻ അയാളെ നഷ്ടപ്പെടുത്തുകയില്ല. അങ്ങനെ ഒരു ദിവസം അവൾ വീട്ടുകാരറിയാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവർ പലയിടങ്ങളിലൊക്കെ നടന്നു. അവസാനം അവർ രജിസ്റ്റർ വിവാഹമൊക്കെ നടത്തി. അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് താമസമൊക്കെ ആരംഭിച്ചു. അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയതുകൊണ്ട് വീട്ടുകാരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാർക്കും ഇങ്ങനെ കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവർക്കും വലിയ താല്പര്യമില്ലായിരുന്നു, വലിയ ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ഒരു നേഴ്സായിരുന്നു. ഏതാനും നാളുകൾ കഴിഞ്ഞ് അവൾ മസ്കറ്റിലേക്ക് പോവുകയാണ്, ജോലി കിട്ടി. അങ്ങനെ അവൾ മസ്കറ്റിൽ പോയി. അവളുടെ ഭർത്താവും മസ്കറ്റിലേക്ക് പോയി. അവർ അവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല സ്നേഹത്തിൽ ഈ ദമ്പതികൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അവിടെ. അങ്ങനെ 1-1.5-2 വർഷം കഴിഞ്ഞപ്പോൾ അവർ അവധിക്ക് നാട്ടിൽ വന്നു. അങ്ങനെ അവധിക്ക് നാട്ടിൽ വന്ന സമയത്ത് ഒരു ദിവസം ഈ ഭാര്യയും ഭർത്താവും കൂടെ അവർ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെയോ വെച്ച് ഒരു അപകടം സംഭവിച്ചു. അപകടത്തിൽ ഈ പെൺകുട്ടി ബൈക്കിൽ നിന്ന് താഴെ വീണു. അന്നു മുതൽ അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിക്കുകയാണ്. ആ അപകടത്തിലൂടെ അവളുടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ഇനി എന്തു ചെയ്യും? ആ ചെറുപ്പക്കാരൻ വലിയ സങ്കടത്തിലായി. അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. ചികിത്സകളൊക്കെ നൽകി, പല ചികിത്സകൾ കൊടുത്തെങ്കിലും ഇനി അവൾ മരണം വരെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുകയുള്ളൂ എന്ന് ഡോക്ടേഴ്സൊക്കെ നിർദ്ദേശിച്ചു. അങ്ങനെ കുറേ ചികിത്സകൾക്കൊക്കെ ശേഷം അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ഈ ചെറുപ്പക്കാരൻ തന്നെയാണ് ഈ പെൺകുട്ടിയെ ശുശ്രൂഷിക്കുന്നത്, അവളുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നത്, അവൾക്ക് ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന് അല്പം മടുത്തു തുടങ്ങി. ഒരു ദിവസം അവൾക്ക് ജ്യൂസ് കൊടുത്തപ്പോൾ അതിൽ കുറച്ച് ഉറക്ക ഗുളികകൾ അദ്ദേഹം അലിയിച്ച് ചേർത്തു. അങ്ങനെ ആ ഉറക്ക ഗുളികൾ ചേർത്ത ജ്യൂസ് ആ പെൺകുട്ടി വാങ്ങിക്കുടിച്ചു. അതിനുശേഷം അവൾ മയങ്ങിപ്പോയി. ആ സമയം ഈ ചെറുപ്പക്കാരൻ അവളെ അവരുടെ കാറിൽ കയറ്റി വാഗമണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ വാഗമണിൽ കൊണ്ടുപോയി അവിടെ ഒരു ഉയർന്ന പ്രദേശത്ത് അവിടെ ഒരു പാലത്തിൻ്റെ കലുങ്കിൽ ഇവളെ ഇരുത്തി. അദ്ദേഹം ചുറ്റും നോക്കി, ആരുമില്ല. മയങ്ങിയിരുന്ന ആ പെൺകുട്ടിയെ അദ്ദേഹം ഒന്നും ആലോചിക്കാതെ അദ്ദേഹം താഴെ കൊക്കയിലേക്ക് തള്ളിയിട്ടു.
അതിനുശേഷം അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ വീട്ടിലെത്തുകയും ഏതാനും ദിവസം കഴിഞ്ഞ് തൻ്റെ ഭാര്യയെ കാണാനില്ല എന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അദ്ദേഹം അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ തുടങ്ങി. ഏതാനും നാളുകൾ കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ അതിനിടയിൽ വേറൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായി. അങ്ങനെ ആ പെൺകുട്ടി നല്ല അടുപ്പത്തിലായി. ആ പെൺകുട്ടിയും ഒരു നേഴ്സായിരുന്നു. അങ്ങനെ അവർ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു. അങ്ങനെ അവർ വീണ്ടും മസ്കറ്റിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്ന് അവർ ജോലി ചെയ്ത് സന്തോഷത്തോടെയൊക്കെ ജീവിക്കുകയാണ്. എപ്പോഴും അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്ന് വീണ എന്തൊക്കെയോ അബദ്ധങ്ങൾ, അതിൽ നിന്ന് ആ പെൺകുട്ടി ഊഹിച്ചെടുത്തു. ആദ്യത്തെ ഭാര്യ മരിച്ചതല്ല, അവളെ കൊന്നതാണ് എന്നൊരു തിരിച്ചറിവ് അവൾക്ക് ലഭിച്ചു. അതുമൂലം പിന്നീട് അവൾക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ ഭയമായി. തുടർന്ന് അവൾ പതുക്കെ അത് പോലീസിനെ അറിയിച്ചു. അങ്ങനെ പ്രശ്നങ്ങളായി. ഈ ചെറുപ്പക്കാരനെ പിന്നീട് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കേരള പോലീസ് ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഈ ചെറുപ്പക്കാരനെ കൊണ്ട് വാഗമണിൽ കൊണ്ടു ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ആ സ്ഥലമൊക്കെ, ആ പെൺകുട്ടിയെ കൊക്കയിലേക്ക് തള്ളിയിട്ട സ്ഥലമൊക്കെ കാണിച്ചു. പോലീസ് അതനുസരിച്ച് ഏതാനും ദിവസങ്ങൾ ആ കൊക്കയിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി, പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾക്ക് വേണ്ടി അവർ തെരഞ്ഞു. അവസാനം ഏതാനും ദിവസത്തെ ആ തെരച്ചിലുകൾക്കും അന്വേഷണങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ പെൺകുട്ടിയുടെ അസ്ഥികൾ അവിടുന്ന് കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഇവളുടെ അസ്ഥികൾ കണ്ടെത്തുകയുണ്ടായി. അവളുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതൊരു കൊലപാതകമായിരുന്നെന്ന് തിരിച്ചറിയുകയും പത്രങ്ങളിലെല്ലാം ഈ വാർത്ത വരികയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഈ വാർത്തയിലൂടെ കടന്നുപോയപ്പോൾ മനസ്സിൽ കടന്നു വന്ന ഒത്തിരി ചിന്തകളുണ്ട്. കാരണം ആ ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരിയും സ്നേഹിച്ച് വിവാഹം കഴിച്ചപ്പോൾ ഇതുപോലെ കൊല്ലാനും തല്ലാനുമാണ് കല്യാണം കഴിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. അവൾക്ക് സൗന്ദര്യമുണ്ടായിരുന്നപ്പോൾ, അവൾക്ക് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ആ ചെറുപ്പക്കാരന് അവളെ ഇഷ്ടമായിരുന്നു, അവളെ വലിയ കാര്യമായിരുന്നു. തീർച്ചയായിട്ടും ഒരുപക്ഷെ അത് ആത്മാർത്ഥമായ സ്നേഹമായിരുന്നിരിക്കാം. എന്നാൽ പിന്നീട് ഒരു അപകടം സംഭവിച്ച് അവൾക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ, ശരീരം തളർന്നു പോയപ്പോൾ, സൗന്ദര്യം കുറഞ്ഞപ്പോൾ, ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ സ്നേഹവും നഷ്ടപ്പെട്ടു പോയി. അവസാനം ആ പെൺകുട്ടിയെ കൊന്നുകളയുന്ന വിധത്തിൽ ആ സ്നേഹത്തിൻ്റെ കുറവ് സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ സംഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ആഴമാണ്. ദൈവം ഒന്നും കാണാതെയും ഒന്നും അറിയാതെയുമല്ല ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റം വരികയില്ല എന്ന് ദൈവം വെറുതെ ഒന്നും കാണാതെ അറിയാതെ ഒന്നും പറഞ്ഞിരിക്കുന്നതല്ല. ദൈവം മനുഷ്യരുടെ സ്വഭാവവും മനുഷ്യരുടെ പ്രത്യേകതകളും മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നീ ഗർഭത്തിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചുവോ അങ്ങനെ തന്നെ നീ സ്കൂളിൽ പോയപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കും. നീ കൗമാരത്തിലെത്തിയപ്പോൾ ഞാൻ നിന്നെ സ്നേഹിച്ചു, അങ്ങനെ തന്നെ ഞാൻ നിന്നെ യൗവനത്തിലും സ്നേഹിക്കും. യൗവനത്തിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചു, അങ്ങനെ തന്നെ നീ മുതിരുമ്പോഴും വളരുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കും. ഇനി വളർന്നതിന് ശേഷം നിൻ്റെ ചർമ്മം ചുളിയുമ്പോഴും നിനക്ക് നര ബാധിക്കുമ്പോഴും നിൻ്റെ മുടി കൊഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്നെ അതുപോലെ തന്നെ സ്നേഹിക്കും. നീ രോഗിയായിട്ട് കിടക്കുമ്പോഴും നിൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് നിറയുമ്പോഴും ഞാൻ നിന്നെ അതുപോലെ തന്നെ സ്നേഹിക്കും. അതാണ് സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. വ്യവസ്ഥകളില്ലാത്ത സ്ഥിരമായ സ്നേഹം മനുഷ്യമക്കളോട് കാണിക്കുന്നവനാണ് നല്ലവനായ ദൈവം. ഒരു വ്യവസ്ഥയുമില്ലാതെ സ്ഥിരമായ സ്നേഹം മനുഷ്യമക്കളോട് കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ദൈവം വളരെ ശക്തമായിട്ട് മനുഷ്യമക്കളോട് ചോദിക്കുന്നത്, ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? എനിക്ക് സമനായി ആരുണ്ട്? ദൈവം ചോദിക്കുക. ദൈവം ഓരോ മനുഷ്യനോടും ചോദിക്കുക, ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ദൈവത്തിൻ്റെ ചോദ്യം എത്രയോ ആഴമുള്ളതാണ്, എത്രയോ ശക്തിയുള്ളതാണ്. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യം ഇതാണ്. ആ സത്യത്തിൻ്റെ ആഴം ഇതാണ്. മനുഷ്യമക്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ തകർച്ചകളുണ്ടായാലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവം. അതാണ് ഹെബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം.
ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഇത്രയും നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം, ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചാലും മാറാത്തൊരു ദൈവം, ഈ ദൈവത്തെ നമ്മൾ എങ്ങനെ സ്നേഹിക്കുന്നു? നമുക്കെങ്ങനെ തിരിച്ചു സ്നേഹിക്കാൻ സാധിക്കുന്നു? പലപ്പോഴും ഈ ദൈവത്തോട് നമുക്കെങ്ങനെയാണ് പ്രതിസ്നേഹം കാണിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹോസിയായുടെ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ദൈവത്തിൻ്റെ ഒരു സങ്കടമാണ് ദൈവം അവിടെ പറയുന്നത്. ഹോസിയ പ്രവചനം 11-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ദൈവം തൻ്റെ ഒരു സങ്കടം പങ്കുവയ്ക്കുകയാണ്. എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ദൈവം അങ്ങനെയാണ് പറയുന്നത്. എഫ്രായിം നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. ദൈവം എന്തുകൊണ്ടാണ് എഫ്രായിമിനെ താനാണ് നടക്കാൻ പഠിപ്പിച്ചതെന്ന് എടുത്തു പറയുന്നത്? ദൈവം എന്തുകൊണ്ടാണ് താനാണ് എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചതെന്ന് എടുത്തു പറയുന്നത്? അതിന് കാരണമുണ്ട്. ദൈവം എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചു. അവൻ്റെ ജീവിത വഴികളിൽ അവന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. അവനെ വളർത്തി വലുതാക്കി ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം അവന് ചെയ്തു കൊടുത്തു. പക്ഷേ എഫ്രായിം നടക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ദൈവത്തെ മറന്നു. ആരാണ് എന്നെ നടക്കാൻ പഠിപ്പിച്ചതെന്ന് പിന്നെ ഓർക്കാൻ സമയമില്ലാതെയായി. എഫ്രായിം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകട്ടെ ഒരു ഗോത്രമാകട്ടെ, എഫ്രായിമിന് പിന്നെ ഇതിനൊന്നും സമയമില്ലാതെ തന്നെ ആരാണ് നടക്കാൻ പഠിപ്പിച്ചതെന്ന് ഓർക്കാനും സ്മരിക്കാനും സമയമില്ലാതെയായി. അപ്പോൾ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയൊരു അപജയമാണ് നടക്കാൻ സ്വന്തമായി പഠിച്ചു കഴിയുമ്പോൾ നടക്കാൻ പഠിപ്പിച്ചവരെ മറക്കുക എന്നുള്ളത്. നടക്കാൻ പഠിപ്പിച്ചവരെ മറക്കുക എന്നുള്ളത് ജീവിതത്തിൽ കടന്നു വരാനിടയുള്ള വലിയൊരു അപജയമാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇവിടെ ദൈവത്തിൻ്റെ സങ്കടമാണ് നമ്മൾ കേൾക്കുന്നത്. എഫ്രായിം നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, പക്ഷേ നടക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നീ എല്ലാം മറന്നു. സ്നേഹമുള്ളവർ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളെക്കുറിച്ചൊരു ആത്മശോധന നല്ലതാണ്. എന്നെ നടക്കാൻ പഠിപ്പിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഓർക്കാനും സ്നേഹിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരിക്കൽ എവിടെയോ ഒരു പ്രസംഗക്കുറിപ്പ് വായിച്ചപ്പോൾ അവിടെ ആർതർ അഷീൻ എന്ന് പറഞ്ഞിരിക്കുന്ന എന്നു പേരുള്ള ഒരു വിംബിൾഡൺ കളിക്കാരനെക്കുറിച്ച് ആ പ്രസംഗക്കുറിപ്പിൽ എഴുതിയിരുന്നത് വായിക്കാനിട വന്നു. ഈ ആർതർ അഷീൻ വളരെ പ്രശസ്തനായ ഒരു വിംബിൾഡൺ കളിക്കാരനാണ്. അദ്ദേഹത്തിന് വിംബിൾഡൺ കപ്പ് കിട്ടിയിട്ടുമുണ്ട്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ആരാധകരുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് 1983 അദ്ദേഹത്തിനൊരു ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഈ ഹൃദയ ശസ്ത്രക്രിയയുടെ സമയത്ത് പലരിൽ നിന്നും രക്തമൊക്കെ സ്വീകരിച്ചു. അങ്ങനെ ഹൃദയ ശസ്ത്രക്രിയയൊക്കെ വിജയകരമായിട്ട് നടന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ഈ കളിക്കാരന് അനേകം ആയിരങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നു, പെട്ടെന്ന് സുഖപ്പെടാനും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനും. അങ്ങനെ എല്ലാം മംഗളകരമായി നടന്നു. പക്ഷേ ഈ ഓപ്പറേഷന് ശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ആർതർ അഷീൻ വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു. താൻ ഒരു എയ്ഡ്സ് രോഗിയായി മാറിയിരിക്കുന്നു. താൻ ഇപ്പോൾ ഒരു HIV പോസിറ്റീവ് രോഗിയായി മാറിയിരിക്കുന്നു. അദ്ദേഹം ആകെ തകർന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഈ രോഗവിവരത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആരാധകരും എല്ലാവരും അറിയാൻ ഇടവന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ആരാധകരുമൊക്കെ ആർതർ അഷീന് പലവിധമുള്ള കത്തുകൾ എഴുതിയും ഫോൺ വിളിച്ചും ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇതായിരുന്നു: ദൈവം എന്തുകൊണ്ടാണ് ആർതറിനോട് ഇങ്ങനെ ചെയ്തത്? ദൈവം എന്തുകൊണ്ടാണ് ആർതറിനോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ആരാധകർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ചോദ്യം ഇതായിരുന്നു: ദൈവം എന്തുകൊണ്ടാണ് ആർതറിനോട് ഇങ്ങനെ ചെയ്തത്? സ്നേഹമുള്ളവരെ, പലരും ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ആർതർ അഷീൻ അവർക്കൊരു മറുപടി കൊടുത്ത് ഏകദേശം ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്: ഈ ലോകത്തിൽ 5 കോടിയിലധികം ആളുകളെങ്കിലും ടെന്നീസ് കളി കാണുന്നുണ്ട്. അതിൽ 5 ലക്ഷം പേരെങ്കിലും ടെന്നീസിനെക്കുറിച്ച് അറിയാവുന്നവരും വേണ്ടതുപോലെ ടെന്നീസിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. അതിൽ 5000 പേർക്കൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. അതിൽ നിന്നും 500 പേരാണ് ഏറെ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുക. അതിൽ നിന്നും 50 പേർക്കാണ് വിംബിൾഡണിൽ കളിക്കാനുള്ള അവസരം ലഭിക്കുക. അതിൽ നിന്നും ആ 50 പേരിൽ നിന്നും 4 പേരാണ് സെമി ഫൈനലിൽ കളിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടുക.
അതിൽ നിന്നും 2 പേരാണ് ഫൈനലിൽ പ്രവേശിക്കുക. അതിൽ നിന്നും ഒരാൾക്കാണ് വിംബിൾഡൺ കപ്പ് കിട്ടുക. വർഷങ്ങൾക്ക് മുമ്പ് വിംബിൾഡൺ കപ്പ് കയ്യിൽ പിടിച്ച് ആയിരങ്ങളുടെ മുമ്പിൽ, 10,000ങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ വിംബിൾഡൺ കപ്പ് ഉയർത്തിപ്പിടിച്ച് ഞാൻ നിന്നപ്പോൾ ഞാനന്ന് എൻ്റെ ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ നീ എന്തുകൊണ്ടാണ് എനിക്ക് ഈ കപ്പ് തന്നതെന്ന്. അന്ന് അങ്ങനെ ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല, ദൈവമേ നീ എനിക്ക് എന്തുകൊണ്ടാണ് ഈ കപ്പ് തന്നതെന്ന്. അന്ന് അങ്ങനെ ചോദിക്കാതിരുന്ന ഞാൻ ഇന്നെങ്ങനെ ആ ദൈവത്തോട് ചോദിക്കും, ദൈവമേ നീ എന്തുകൊണ്ടാണ് എനിക്ക് ഈ രോഗം തന്നതെന്ന്. ആ ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ എൻ്റെ സ്നേഹമുള്ള ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. സ്നേഹമുള്ളവരെ, എത്ര മനോഹരമായ വാക്കുകൾ! ജീവിതത്തിൻ്റെ തകർച്ചകളിലെങ്കിലും, ജീവിതത്തിൻ്റെ ദുഃഖത്തിലെങ്കിലും, രോഗത്തിലെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവിലേക്ക് കടന്നു വരിക. ജീവിതത്തിലൊരു നല്ല കാലമുണ്ടായിരുന്നു. ആ നല്ല കാലത്ത്, ഉയർച്ചയുടെ നാളുകളിൽ, വളർച്ചയുടെ നാളുകളിൽ അതിനൊരു പിന്നിൽ ഒരു ദൈവമുണ്ടെന്ന് ഓർക്കാനോ ആ ദൈവത്തിന് നന്ദി പറയാനോ എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം സങ്കടത്തോടെ ഓർക്കുക. അതെ, വർഷങ്ങൾക്ക് മുമ്പ് 10,000ങ്ങളുടെ മുമ്പിൽ വിംബിൾഡൺ കപ്പും പിടിച്ച് ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെ നിന്നപ്പോൾ ഒരു പക്ഷേ ആദർ എന്ന കളിക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാകും, ഇതെല്ലാം എൻ്റെ കഴിവാണ്, ഇതെല്ലാം എൻ്റെ മിടുക്കാണെന്ന്. അതുകൊണ്ടായിരിക്കാം ദൈവത്തോട് ചോദിക്കാതെ പോയത്, ദൈവമേ നീ എന്തുകൊണ്ടാണ് എനിക്ക് ഈ കപ്പ് തന്നതെന്ന്. എന്നാൽ ജീവിതത്തിൻ്റെ രോഗത്തിൻ്റെ നാളുകളിൽ ഈ മനുഷ്യൻ അത് തിരിച്ചറിയുക, അത് തെറ്റായിപ്പോയി. ഞാനന്ന് എൻ്റെ ദൈവത്തെ ഓർക്കാതിരുന്നതും എൻ്റെ ദൈവത്തിന് നന്ദി പറയാതിരുന്നതും തെറ്റായിപ്പോയി. ഉയർച്ചയുടെ എത്രയോ നാളുകളിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെ നിന്ന് എന്നെ വളർത്തി. അത് ഞാൻ ഓർക്കാതിരുന്നത്, നന്ദി പറയാതിരുന്നത് എത്രയോ തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്. സ്നേഹമുള്ളവർ, നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു സത്യമാണിത്. നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം നമ്മളെ വളർത്തിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. എന്തുമാത്രം കാര്യങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് മറന്നു കളയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ നന്മകൾ ചെയ്തവരെ, നടക്കാൻ പഠിപ്പിച്ചവരെ, നമ്മളെ വളർത്തിയവരെയൊക്കെ മറക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഒരിക്കൽ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് അവിടെ ധ്യാനത്തിന് വന്ന ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് ഏറെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. അവർ ഒരു അധ്യാപികയായിരുന്നു, ഒരു ടീച്ചറായിരുന്നു. ആ ഒരു സ്കൂളിൽ നിന്ന് റിട്ടയേർഡായി ഇപ്പോഴാണ് അവർക്ക് ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടാനൊക്കെ സാധിച്ചത്. അവളിങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിലൊക്കെ ആഴപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ആ സഹോദരിക്ക്, ആ അമ്മച്ചിക്ക് മനസ്സിലായി താൻ നേരത്തെ ധ്യാനം കൂടേണ്ടതായിരുന്നു, ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതായിരുന്നു. പക്ഷേ അന്നത്തെ ജോലി തിരക്കുകളിൽ, കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളിൽ തനക്കതൊന്നും സാധിച്ചില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദറെ എനിക്കൊരു 10 മിനിറ്റ് വേണം, ഫാദറോട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വന്നു. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഒത്തിരിയേറെ കുട്ടികളെ പഠിപ്പിച്ചു വലുതാക്കി, അങ്ങനെ കുടുംബത്തിന് ചെയ്ത നന്മകൾ ഇതെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ടീച്ചർ എൻ്റെ മുറിയിലിരുന്ന് പൊട്ടിക്കരയുക. ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, എന്താ ടീച്ചർ ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അവർ കണ്ണുനീർ തുടച്ച് എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു, അച്ഛാ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടാതാകുന്നത്? അച്ഛാ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടാതാകുന്നത്? ജീവിതത്തിൻ്റെ കുറേ നാളുകളിൽ എൻ്റെ കുടുംബത്തിൽ ഞാനായിരുന്നു എല്ലാം. എന്ത് കാര്യത്തിനും എൻ്റെ മക്കൾക്ക് ഞാൻ വേണമായിരുന്നു. അവർക്ക് വസ്ത്രം വാങ്ങാൻ പോകണമോ അവരെന്നെ നിർബന്ധിക്കും, ഈ അമ്മ വേണം. അവർക്ക് ഒരു ഷോപ്പിങ്ങിന് പോകണമോ, ഈ അമ്മ വേണം. അവർക്കൊരു ഓഫീസിൽ പോകണമോ, ഈ അമ്മ വേണം. അവർക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോകണമോ, ഈ അമ്മ കൂടെ വേണം. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈ അമ്മ വേണമായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ ജോലിയൊക്കെ തീർത്ത് ഞാൻ റിട്ടയേർഡായിട്ട് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ മക്കൾ ഓരോ ഇടങ്ങളിൽ പോകുമ്പോഴൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് അവരുടെ കൂടെ പോകുവാൻ. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ എന്നോട് ചോദിക്കുന്ന, അമ്മ അറിഞ്ഞിട്ട് എന്താ കാര്യം? അമ്മയ്ക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിരുന്നുകൂടെ എന്നാണ് എൻ്റെ മക്കളൊക്കെ ചോദിക്കുന്നത്. അച്ഛാ, എത്ര പെട്ടെന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടാതാകുന്നത്. ഒരു വലിയ സത്യം ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു അച്ഛാ. ആ സത്യം ഇതാണ്, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും, ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ വന്നാലും, റിട്ടയേർഡായാലും ഇല്ലെങ്കിലും, നര ബാധിച്ചാലും ഒക്കെ കൈവിടാത്തൊരു ദൈവം, ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ തിരിച്ചറിയാൻ, ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ അല്പം വൈകിപ്പോയി അച്ഛാ. ആ ഒരു സങ്കടം അച്ഛനോട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നത്. സ്നേഹമുള്ളവരെ, എത്രയോ വലിയൊരു സത്യമാണ് ആ സഹോദരി പങ്കുവച്ചത്. നടക്കാൻ മറ്റുള്ളവരെ നമ്മൾ പഠിപ്പിക്കുക, എന്നിട്ട് നടക്കാൻ പഠിച്ചു കഴിയുമ്പോൾ അവർ ഇതെല്ലാം മറന്നു കളയുക. തീർച്ചയായിട്ടും
ആരെയെങ്കിലും നടക്കാൻ പഠിപ്പിച്ചിട്ടുള്ളവർക്ക് ആ സങ്കടത്തിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാവൂ. ഏതെങ്കിലും മകനെയോ മകളെയോ നടക്കാൻ പഠിപ്പിച്ചുള്ള ഒരു അപ്പനും അമ്മയ്ക്ക് ആ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാകൂ. അല്ലെങ്കിൽ ആരെയെങ്കിലും നടക്കാൻ പഠിപ്പിച്ചുള്ള ഒരു അധ്യാപകനോ അധ്യാപികയ്ക്ക് ആ സങ്കടം മനസ്സിലാകൂ. ആരെയെങ്കിലും നേർവഴിക്ക് നയിച്ച ഒരു അച്ഛനോ സിസ്റ്ററിനോ ആ സങ്കടം മനസ്സിലാകൂ. സ്നേഹമുള്ളവരെ, ആരെയെങ്കിലും നടക്കാൻ പഠിപ്പിച്ചിട്ടുള്ളവർക്ക് ആ സങ്കടത്തിൻ്റെ ആഴം മനസ്സിലാകും. നടക്കാൻ പഠിച്ചു കഴിയുമ്പോൾ അവർ ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ ആ സങ്കടം വലുതാണ്. വാസ്തവത്തിൽ ആ സങ്കടമാണ് ദൈവം പങ്കുവയ്ക്കുന്നത്. എഫ്രായിമിനോട് ദൈവം പങ്കുവയ്ക്കുന്നത് ആ സങ്കടമാണ്. എഫ്രായിം, നിന്നെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്, പക്ഷെ നീ നടക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ നീ അതെല്ലാം മറന്നുപോയി. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയാം. എന്തൊക്കെ സംഭവിച്ചാലും ഒരു വിധത്തിലും അവഗണിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയാം. അതോടൊപ്പം ആ ദൈവത്തിൻ്റെ വഴികളിൽ നമ്മൾ മാറി നടക്കുകയും നമ്മളെ വഴി നടത്തി സ്നേഹിച്ച, വളർത്തി വലുതാക്കി സ്നേഹിച്ച ദൈവത്തെ നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് അല്പസമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാത്ത ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോട് നിന്നെ സാദൃശ്യപ്പെടുത്തും, ആരോട് നിന്നെ തുലനം ചെയ്യും, ആരാണ് എനിക്ക് സമൻ? ആ വചനം എത്രയോ സത്യം. നിൻ്റേതുപോലെ സ്നേഹിക്കുന്ന ഒരാൾ, നിൻ്റേതുപോലെ സ്ഥിരമായ സ്നേഹം കാണിക്കുന്ന ഒരാൾ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നു. ജീവിത വഴികളിൽ പലരും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് ഞാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടാതാകുന്നതെന്ന്. നല്ല ദൈവമേ, ഞാൻ ഒരിക്കലും നിനക്ക് വേണ്ടാതാവുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവായ യേശുവേ, നീ എന്നെ നടക്കാൻ പഠിപ്പിച്ചതും നീ എന്നെ വളർത്തി വലുതാക്കിയതും പലപ്പോഴും ഞാൻ മറന്നുപോയി. യേശുവേ, എനിക്ക് മാപ്പ് തരണമേ. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറച്ച് കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരാനും ആഴപ്പെടുവാനും നീ എന്നെ സഹായിക്കണമേ. കർത്താവ്, അതിനുള്ള കൃപ എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, നല്ല